ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈക്കുള്ള യാത്രയിലാണ്. ബാംഗ്ലൂർ KSR സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ഇത് ഡബിൾ ഡെക്കർ ട്രെയിനാണ്, ശതാബ്ദി ട്രെയിനാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിനകത്തേക്ക് പ്രവേശിച്ചു. ഡബിൾ ഡെക്കർ ട്രെയിൻ ആയതിനാൽ സീറ്റിങ്ങിനെല്ലാം ഒരു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ സാധാരണ ട്രെയിനിൻ്റെ നിന്ന് വളരെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ സീറ്റിംഗ് എല്ലാം. ലോവർ ഡെക്ക്, അപ്പർ ഡെക്ക് എന്നിങ്ങനെ രണ്ട് സീറ്റിംഗ് ആണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഇങ്ങനെയാണ് സീറ്റിംഗ്. 2+3 ആണ് രണ്ട് ഭാഗത്തും വരുന്നത്, ഡബിളിലും ലോയിലും വരുന്നത്. അപ്പോൾ 2:30 നമ്മുടെ യാത്ര ആരംഭിച്ചു. അടുത്ത സ്റ്റേഷൻ വരുന്നത് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനാണ് ബാംഗ്ലൂർ. KSRൽ നിന്ന് ആളുകൾ കയറിയത് വളരെ കുറവാണ്. എന്നാൽ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ അത്യാവശ്യം നല്ല ആളുകൾ കയറുകയുണ്ടാവും. അപ്പം നമ്മൾ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലെത്തി. 2:40 ഇപ്പം സമയം വരുന്നത്. അപ്പം നമ്മൾ അടുത്ത സ്റ്റേഷനിലെത്തിയത് കൃഷ്ണരാജപുരമാണ്. 2:55 സമയം. ഇപ്പോഴെത്തിയ സ്റ്റേഷൻ ബംഗാരപ്പേട്ടാണ്. സമയം 3:40 ഇപ്പോൾ. അപ്പോൾ മേജർ സ്റ്റേഷനുകളിൽ മാത്രമാണ് ഈ ഒരു ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുപ്പം സ്റ്റേഷനിലാണ്. സമയം 4:04. കുപ്പ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചു. 15 മിനിറ്റോളം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ലേറ്റ് ആയത് കുറേ അധികം ട്രെയിനുകളുടെ ക്രോസിംഗ് ഉണ്ടായിരുന്നു, അതിനാലാണ് ഇത്രയ്ക്ക് ലേറ്റ് ആയത്. Okay.
ഇപ്പോൾ നമ്മളെത്തിയ സ്റ്റേഷൻ സോമനായ്ക്കർപട്ടിയാണ്. സമയം 4:50. നമ്മൾ ജോലാർപേട്ടയാണ് ഇപ്പോൾ പാസ് ചെയ്തത്. വാണിയമ്പാടി സ്റ്റേഷനാണ് നമ്മൾ ക്രോസ് ചെയ്തത്. നമ്മൾ ആമ്പൂർ സ്റ്റേഷനിലെത്തി. 5:50 സമയം. കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പം നമ്മുടെ ട്രെയിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം സൂര്യാസ്തമനമായിട്ടുണ്ട്. അതിനാൽ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകളെല്ലാം മങ്ങിയാണ് നമുക്ക് ക്യാമറയിൽ കിട്ടുന്നത്. ആറ് 37 നമ്മൾ കാട്ട്പാടി ജംഗ്ഷനിലെത്തി. കാട്ട്പാടിയിൽ നിന്ന് നമ്മളെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. ഏകദേശം 2-3 മിനിറ്റ് ഇവിടെ നിർത്തിയിട്ടതിന് ശേഷം വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. ഏഴ് 37 സമയം. ഇപ്പോൾ നമ്മൾ അറക്കോണം ജംഗ്ഷനിലെത്തി. എട്ട് 8 നമ്മൾ തിരുവള്ളൂരെത്തി. അടുത്ത സ്റ്റേഷൻ വരുന്നത് പെരമ്പൂരാണ്. പെരമ്പൂർ നമ്മൾ 8:35 അങ്ങനെ നമ്മൾ MGR സെൻട്രലിലെത്തി. 8:50 ഇവിടെ എത്തിയത്. അപ്പം ഡബിൾ ഡെക്കർ ട്രെയിൻ ആയതിനാൽ ലോവർ ഡെക്ക് നമുക്ക് ഏകദേശം പ്ലാറ്റ്ഫോമിന് സമമായിട്ടാണ് വരുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിന്. അപ്പം 2 ഡെക്കും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. ലോവർ ഡെക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും സ്റ്റേഷൻ എത്തുമ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിന് സമമായിട്ട് തന്നെയാണ് നമുക്കുള്ള കാഴ്ചകളെല്ലാം കിട്ടുക. അപ്പം നമ്മുടെ ഈ ഒരു ബാംഗ്ലൂർ ടു ചെന്നൈ വരേക്കുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. Pebbles Malayalam.